വിശദമായ വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് LDF യോഗം ആരംഭിച്ചു. TP രാമകൃഷ്ണൻ LDF കൺവീനറായതിനു ശേഷമുള്ള ആദ്യ യോഗമാണിത്. AKG സെന്ററിലാണ് യോഗം. വിജിൻ വായന്തോട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജിനി സൂചിപ്പിച്ചതുപോലെ തന്നെ TP രാമകൃഷ്ണൻ LDF കൺവീനറായതിനു ശേഷമുള്ള ആദ്യ യോഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതൊക്കെ വിഷയമായിരിക്കും യോഗത്തിന്റെ പരിഗണനയിലെത്തുക? എന്തായാലും TP രാമകൃഷ്ണൻ LDF കൺവീനറായി ഏറ്റെടുത്തതിന് ശേഷം വന്നതിന് ശേഷമുള്ള ആദ്യ യോഗമാണ് LDFിൻ്റെ യോഗമാണ് നടക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി വരാനുള്ള വിഷയങ്ങളെന്ന് പറയുന്നത് ഒന്ന് PV അൻവർ ഉന്നയിച്ച വലിയ തരത്തിലുള്ള ADGP അജിത് കുമാറിനെതിരായ ആരോപണം, അതുമായി ബന്ധപ്പെട്ട് മറ്റ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണം. ഇത്തരം വിഷയങ്ങളിലായിരിക്കും വലിയ തരത്തിലുള്ള ചർച്ച ഇന്ന് നടക്കാൻ പോകുന്നത്. പ്രധാനമായും അത്തരത്തിലുള്ള ചർച്ചകളാണ് ഉണ്ടാവുക എന്ന് LDF യോഗത്തിലേക്ക് കയറിപ്പോയ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷി നേതാക്കളും ഒക്കെ തന്നെ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയും ഗോവിന്ദൻ മാസ്റ്റർ ഒപ്പം തന്നെ ബിനോയ് വിശ്വം മറ്റ് ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് LDF യോഗത്തിൽ പങ്കെടുക്കുന്നത്. 3:30 കഴിഞ്ഞതോടുകൂടി തന്നെ LDF യോഗം ആരംഭിച്ചു. PV അൻവർ ഓരോ ദിവസവും നടത്തുന്ന വാർത്താ സമ്മേളനത്തിലെ ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് പോലീസിലെ മലപ്പുറം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായി എടുത്ത നടപടി, ഒപ്പം തന്നെ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ കടന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ PV അൻവർ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ട് DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയാവും. മുഖ്യമന്ത്രി ഇക്കാര്യം ഘടകകക്ഷി നേതാക്കളെ അറിയിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ CPM-ൻ്റെയും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളുടെയും ഈ വിഷയത്തിലെ നിലപാടുകൾ കൂടി ഇന്ന് ചർച്ചയാകും. നേരത്തെ തന്നെ RJD വർഗീസ് ജോർജ് ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ ADGP അജിത് കുമാറിനെതിരെ നടപടി വേണം എന്നുള്ള കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കും എന്തായാലും നടക്കുക. ഒപ്പം തന്നെ ആന്റണി രാജു വ്യക്തമാക്കിയത് ഈ ചില നടപടിക്രമങ്ങൾ കൂടി പാലിച്ച് അത് നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു നടപടിയിലേക്ക് ഉൾപ്പെടെ കടക്കാൻ കഴിയുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത് എന്ന കാര്യവും വ്യക്തമാക്കി. എന്തായാലും ചില ഘടകകക്ഷികളിലെ നേതാക്കൾക്ക് തന്നെ ഇത്തരത്തിൽ ADGPയെ മാറ്റി നിർത്തണമെന്ന ആവശ്യം ഉൾപ്പെടെ ഉന്നയിച്ച സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ ചർച്ച തന്നെയായിരിക്കും TP രാമകൃഷ്ണൻ LDF കൺവീനറായി ആദ്യ യോഗത്തിൽ നടക്കുക. ആര്യ, ശരി. എന്തായാലും LDF യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്.